1201 ആണ്ട് ഇടവ മാസത്തെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അതായത് 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. എത്ര തിരക്കിലാണെങ്കിലും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്നു. ഭക്ഷണത്തിനും ധനത്തിനും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ബന്ധുക്കളുടെ സഹായം ലഭ്യമായേക്കാം. ദാമ്പത്യ കലഹം വരാനിരുന്നത് ആത്മനിയന്ത്രണം മൂലം നല്ല സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ധാരാളം യാത്രകൾ ചെയ്യാൻ സാധിക്കും. കാണാത്ത സ്ഥലങ്ങൾ കാണാനും സന്ദർശിക്കാനും സാധിക്കും. ധനനഷ്ടം എത്ര ശ്രമിച്ചാലും കുറേയേറെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും കുറച്ച് രീതിയിൽ ചിലവുകൾ വന്നേക്കാം. പ്രവാസ ജീവിതമാണ് നയിക്കുന്നത്. പലരും പല അപവാദങ്ങളും പറയുമെങ്കിലും അതെല്ലാം ഭാഗ്യത്താൽ ഒന്നും ഏൽക്കുന്നില്ലാതെ വരാം. അത് ഒരു കണക്കിന് ഗുണം ചെയ്യാം. കർമ്മമേഖലയിൽ, അതായത് തൊഴിൽ മേഖലയിൽ വിജയം വളരെയേറെ കാണുന്നുണ്ട്. കർമ്മമേഖല കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുന്നു. പുതിയ ഉയർന്ന തസ്തികകളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. 2/6/2026 ഗുരു സംക്രമണം മൂലം ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്നു. അഷ്ടമശനിയുടെ ദോഷങ്ങൾ അങ്ങനെ തന്നെ അത് മാറിക്കിട്ടി ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ബന്ധുവിരഹം വരാനിരുന്നത് ഭാഗ്യം കൊണ്ട് മാറിക്കിട്ടുന്നു. ദൈവാധീനക്കുറവ് കൂടുതൽ ഉണ്ടായിരുന്നത് അത് കുറയുന്നു. അതിപ്പോൾ ദൈവ കൃപാകടാക്ഷങ്ങൾ കിട്ടുന്നു. നല്ല രീതിയിൽ അത്ഭുതകരമായ ഒരു മാറ്റം ജീവിതത്തിൽ ആത്മീയപരമായിട്ടുണ്ടാകുന്നു. ശത്രുക്കൾ എല്ലാം അവർ നിഷ്ക്രിയരാകുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരാകുന്നു. രോഗങ്ങളുള്ളത് മാറിക്കിട്ടുന്നു. ധനനഷ്ടങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഈ മാസങ്ങൾ. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യത ചിലപ്പോൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കുക. പല രീതിയിലും വിദ്യാഭ്യാസം തടസ്സങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ അധിക ചുമതലകൾ വഹിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നേക്കാം. കുറച്ച് ഓവർലോഡാകാം ജോലിയുള്ളവർക്ക്. ആലോചിച്ച് വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത്. അല്ലെങ്കിൽ ബുദ്ധിശൂന്യത വരാം, നഷ്ടം വരാം. ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ മധ്യസ്ഥതയൊക്കെ വഹിക്കാനൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം. കഴിയുന്നതും അത് ഒത്തീർപ്പാക്കാൻ മധ്യസ്ഥത വഹിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൽ ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വയസ്സിനനുസരിച്ചുള്ള ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മകൻ നക്ഷത്രക്കാരുടേതാണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് വളരെ മോശമായ ഒരു കാലഘട്ടമാണ് ആ ബാല്യകാലം. അപ്പോൾ അതിൽ കുറച്ച് ദാരിദ്ര്യം, കഷ്ടപ്പാട്, രോഗമെല്ലാം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത് 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അഥവാ തടസ്സമുണ്ടാകുമെന്ന് തോന്നിയാൽ തന്നെയും അത് എല്ലാം ആ തക്ക സമയത്ത് എല്ലാം ലഭിക്കുന്നു. പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിനൊരു പ്രശ്നവും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം എവിടെയും ലഭിക്കുന്നു. അന്ത്യനിമിഷത്തിലായിരുന്നാലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുക മൂലം വിദ്യാഭ്യാസം തടസ്സമില്ലാതെ പോകുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില മകൻ നക്ഷത്രക്കാർക്ക് അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം വന്നേക്കാവുന്നുള്ള ഒരു സമയമാണ്. എങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാനായിട്ട് ഇവർക്ക് പലർക്കും സാധിക്കും. അതുപോലെ തന്നെ വളരെ ഉയർന്ന തസ്തികകളിലേക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇതിൽ ചിലർക്ക് വിദേശവാസം കാണുന്നു. വിദേശത്ത് നിന്ന് ജോലി ചെയ്ത് അവിടെ താമസിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ശരീരത്തിന് മുറിവ്, ചതവ്, ഒടിവ് എന്നിവ ഈ കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും വരാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ വിട്ട് ബന്ധുക്കളാരെങ്കിലും വേർപാട് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചിലർക്ക് വിവാഹം നടക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും കൂടി ഒരു ഭാഗ്യമുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് പ്രശ്നങ്ങളൊക്കെ ചില മകൻ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങേണ്ട ഒരു കാലഘട്ടം ആണ്. അത് മൂലം ചില വിവാഹബന്ധം വേർപിരിയാനും വേറൊരു വിവാഹം കഴിക്കുന്നതിനുമുള്ള ഒരു യോഗം കാണുന്നുണ്ട്. മനസ്സിനിണങ്ങിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ
മനസ്സിന് ഇണങ്ങിയ ഒരു ജോലി, ജീവിത സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ജോലി ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വാഹനം, പുതിയ വീട് എന്നിവ വാങ്ങുന്നതിനും അവർക്ക് യോഗം കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ചില മകനക്ഷത്രക്കാർക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. ഒരു മേജർ സർജറി അല്ല ഉദ്ദേശിച്ചത്, ചില അവയവങ്ങൾക്കുള്ള സർജറിയാണ്. ഹെർണിയ, അപ്പൻഡിക്സ്, പൈൽസ് പോലുള്ള അവയവങ്ങൾക്ക് ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. ഈ കാലഘട്ടത്തും അവർക്ക് വീടും വാഹനവും വാങ്ങേണ്ട യോഗം അവർക്കുണ്ടാകുന്നു. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള മകനക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അവർ വിചാരിക്കുന്ന രീതിയിൽ നടന്നു പോകേണ്ട ഒരു നല്ലൊരു സമയമാണ്. വളരെ ചിന്തിച്ചും ആലോചിച്ചും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. യുക്തിപരമായി എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയും അവർക്ക് ആലോചിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു മനക്കഴിവ് അവർക്ക് ലഭിക്കാം. അതുപോലെ തന്നെ ചാടിക്കയറി ഒരു തീരുമാനം ഒരിക്കലും എടുക്കല്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, സ്റ്റാർട്ടപ്പ് മാതിരിയൊക്കെ ഉള്ള തുടങ്ങുമ്പോൾ വളരെ ആലോചിച്ച് വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അതിനും നല്ലൊരു സമയമാണ്, പക്ഷേ വളരെ ആലോചിച്ച് അത് ചെയ്യുക. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്ന ഒരു സമയമാണ്. വേണ്ടുന്ന രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുത്താം. നാടിനും വേണ്ടി പല രീതിയിലും അവർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും അത് രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുന്നതിനും അത് മാത്രമല്ല സ്വന്തമായി തന്നെ അതുകൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും പറ്റിയ ഒരു സമയം കൂടിയാണ്. അടുത്ത പൂരം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു മീറ്റിംഗ് നടക്കാം. അതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാം. അതായത് കുടുംബസ്വത്തുക്കൾ, അച്ഛനമ്മമാരുടെയോ കുട്ടിയുടെ അച്ഛനമ്മമാരുടെയോ കുടുംബസ്വത്തുക്കൾ ഭാഗം വച്ച് അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ അവർക്ക് വീട്, വാഹനങ്ങൾ, വസ്തുക്കളെല്ലാം ലഭിക്കാം. ഇതിലെ ചില പൂര നക്ഷത്രക്കാർക്ക് ചിത്രരചന നല്ല രീതിയിൽ അഭ്യസിക്കാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ അവർക്ക് കലകളിൽ, അതായത് നൃത്തം, അങ്ങനെയൊക്കെയുള്ള കലകളിലെ പാട്ട്, ഇതിലെല്ലാം അവർക്ക് ഒരു പ്രാവീണ്യം നേടാനായിട്ടുള്ള ഒരു സമയമാണിത്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ ചില പൂര നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം വന്നേക്കാം. ചിലർക്ക് വാഹന അപകടം വരാൻ ഒരു സാധ്യത ഉള്ളതിനാൽ ഈ കാലഘട്ടത്തിൽ വാഹനം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായിട്ട് പഠിത്തത്തിനായിട്ടോ പോകേണ്ട ഒരു സാഹചര്യവും ഈ സമയത്ത് കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ നല്ല രീതിയിലുള്ള മികച്ച തൊഴിൽ അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നത് മൂലം അവർക്ക് മനസ്സിന് വളരെ തൃപ്തിയും ആ ജോലി ചെയ്യുന്നതിന് വളരെ ആത്മാർത്ഥതയും അവർക്ക് ഉണ്ടാകാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വാഹനം, വീട് വാങ്ങുന്നതിനും ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള പൂര നക്ഷത്രക്കാർക്ക് ചില സർജറികൾ ഇതിൽ ചിലർക്ക് വേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ വേണ്ടി വന്നാലും മതിയാവും. തീപ്പൊള്ളൽ, ഇലക്ട്രിക്കൽ ഷോക്ക് മുതലായവ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോടതി കേസ്, പോലീസ് നടപടികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ഒരു മരണഭയം ഉണ്ടാകാം. അത് ജീവിതത്തിൽ അവർക്ക് കുറച്ച് വെറുപ്പും നിരാശയും ഉണ്ടാകുന്നതിനാൽ അവർക്ക് എല്ലാത്തിനോടും ഒരു ഭയം വരാം. ബുദ്ധിപരമായി വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ്. എടുത്തുചാടി എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ നഷ്ടങ്ങൾ പല രീതിയിലും ഉണ്ടാകാം. അതുകൊണ്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒഴിവാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ച് ജീവിക്കുക ഈ കാലഘട്ടത്തിൽ. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും എല്ലാം പരിഹാരമായി അവർക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങാൻ സാധിക്കുന്നു, വസ്തു വാങ്ങാൻ സാധിക്കുന്നു, തോട്ടങ്ങളാണെങ്കിൽ അങ്ങനെ അവർക്ക് സംരംഭിക്കുന്നു. അവർക്ക് എല്ലാ രീതിയിലും ഒരു വ്യവസായം തുടങ്ങാൻ സാധിക്കുന്നു. എല്ലാം അവർക്ക് ഒരു പറ്റിയ ഒരു കാലഘട്ടത്തിലേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. എല്ലാവർക്കും അല്ല, ചിലർക്ക് അപവാദം കേൾക്കേണ്ടത്, ചെയ്യാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ടതായിട്ട് വരാം. ഈ നിങ്ങളെ അവിശ്വസിച്ച് ചിലരെ മിത്രങ്ങളൊക്കെ, ബന്ധുക്കളൊക്കെ നിങ്ങളോട് ചില വിരോധം കാണിക്കാം. എങ്കിൽ തന്നെ പിന്നീട് അതെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ഇതിന് ചിലർക്ക് വിദേശ രാജ്യത്ത് പോയി അവിടെ താമസിക്കേണ്ട ഒരു ഭാഗ്യവും കൂടി അവർക്ക് കിട്ടുന്നുണ്ട്.
അടുത്ത് ഉത്രം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു പരിധി വരെ നല്ല ഒരു സമയമാണ്. അവർക്ക് കുടുംബത്തിൽ ധനം, വസ്തുവകകൾ, വീട് എന്നിവ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആസ്മ, ശ്വാസം മുട്ടൽ മുതലായ ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അതൊന്നും ഒരു പ്രശ്നമാകാണ്ട് അവർക്ക് കല, സാഹിത്യ രംഗങ്ങളിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നു. അതായത് ഡാൻസ്, മ്യൂസിക് അതെല്ലാം അവർക്ക് അഭ്യസിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി അവർക്ക് വേണ്ടി വന്നേക്കാം. അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരാനും സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാണ്ടിരിക്കുക. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നതിനും സാധ്യതയുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. ബുദ്ധിയും യുക്തിയും കൂടി ചേർന്ന് ആലോചിച്ച് വേണം ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് വേണ്ടി. പല ആപത്തുകളും ഇവർക്ക് വരുവാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസത്തിന് പ്രശ്നമൊന്നും വരാതെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അതുപോലെ പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനെല്ലാം ഈ കാലഘട്ടത്തിൽ അവർക്ക് സാധ്യമാകുന്നുണ്ട്. അതുപോലെ മികച്ച തൊഴിൽ, പ്രൊമോഷൻ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും എല്ലാത്തിനും അവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുകയും ജോലിയിൽ ഉയർച്ച ഉണ്ടാവുകയും മനസ്സമാധാനവും ഒക്കെ ലഭിക്കുന്നു. ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ മികച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം എടുക്കുന്നതിനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. അപമാനം, മാനഹാനി എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളിലും പ്രവൃത്തികളിലും ഒന്നും യാതൊരു തരത്തിലും പങ്കാളിയാകാണ്ടിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇതിൽ ചിലർ ഇണയെ വിട്ട് ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതായിട്ട് സാധിക്കുന്നു. ഒരു സെപ്പറേഷൻ ഈ സമയം കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ വരാം എന്നുള്ളത് ഒഴിച്ചാൽ അതിന് തക്ക ചികിത്സ ലഭിക്കും. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ധനത്തിനും ധാന്യത്തിനും ഐശ്വര്യങ്ങൾക്കും യാതൊരു കുറവും വരാതെ സന്തുഷ്ടമായ ഒരു ജീവിതം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ജീവിതം അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് അവർക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഇടവമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.